ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഏറ്റവും മോശം സൈനിങ് ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വേണമെങ്കിൽ അത് നോവാ സദോയുടെ സൈനിങ് ആണ് ഈ സീസണിലെ. കാരണം നോവാ സദോയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ കൂടുതലായിട്ട് നോവാ സദോയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കൂടുതലായിട്ട് നോവാ സദോയിലേക്ക് നമ്മൾ ബോൾ കൊടുക്കുന്നു. ബട്ട് ആ ഒരു കൊടുക്കുന്ന ബോൾ അത് ഇതിന് പ്രോപ്പറായിട്ട് ബോക്സിനകത്ത് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മിസ് കൺട്രോള്, അതുപോലെ തന്നെ പ്രോപ്പർ ടച്ച് എടുക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഗോൾ അടിക്കുന്ന നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരിക്കലും ഗോൾ കയറത്തില്ല എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ് അദ്ദേഹം ഗോൾ അടിക്കുന്നത്. ഈസി ആയിട്ട് കയറാവുന്ന പല എണ്ണം അദ്ദേഹം ഗോൾ അടിച്ചിട്ടില്ല എന്ന് തന്നെ അറിയാം. ഒരു പക്ഷേ നോവാ സദോയി ആ ഒരു മാച്ചിൽ നിന്ന് എൻ്റെ അത് മാറ്റി ലുണയ്ക്ക് മാത്രം കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ്. അതായത് നോവാ സദോയെ 2-3 കളിയിൽ നിന്ന് മാറ്റി നിർത്തി നോക്കണം. കാരണം നമ്മളെപ്പോഴും നോവയിലേക്കാണ്, നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ പ്ലേസും നോവയിലേക്കാണ് ബോൾ എത്തിക്കാൻ നോക്കുന്നത്. ബട്ട് നോവ അത് കൊണ്ടുവന്നിട്ട് തുളച്ച് കളയും. അതാണ് നോവ എപ്പോഴും ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത്. സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നോവാ സദോയി ഗെയിം ബ്ലാസ്റ്റേഴ്സ് ശരിയാവുന്നില്ല. അത് FC ഗോവ ഉണ്ടായിരുന്നപ്പോഴും അത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നോവാ സദോയെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നോവാ സദോയെ ബെഞ്ചിലാക്കി നമ്മുടെ എന്താ പറയുക മനോലോ മാർക്കസ്. എന്നിട്ട് അല്ലാത്ത ടീമിനെ വെച്ച് കളിച്ചു. അപ്പോൾ അവർക്ക് ആ സമയത്ത് റിസൾട്ട് ഉണ്ടായി. സോ ഇതാണ് പ്രശ്നം. അറ്റാക്കിങ്ങിലേക്ക് നോക്കുമ്പോൾ നോവാ സദോയ്ക്ക് ബോൾ കൊടുക്കുന്നു, അദ്ദേഹം കട്ട് ചെയ്ത് അകത്തോട്ട് വന്ന് ബോളൊന്നെങ്കിൽ അവർക്ക് അടിച്ച് കളയുക അല്ലെങ്കിൽ മാറ്റി കളയുക എന്നൊക്കെയാണ് സംഭവിക്കുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കറിയാം നോവാ സദോയ്ക്ക് കുറേ ഫാൻസ് ഉണ്ട്, അവരാരും ഇത് കേട്ടാൽ സഹായിക്കത്തില്ല. എന്തായാലും അവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക.